ഇപ്പൊ ഈ ഐ തിങ്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കൾച്ചർ വെച്ച് നോക്കുമ്പോൾ പാരന്റ്സിന് ഒരു ഇമ്പോർട്ടൻസ് എല്ലാവരും ലൈഫിൽ കൊടുക്കണം. ഒരു കിഡ് അല്ലെങ്കിൽ ഒരു സൺ ഡോട്ടർ ആരാണെങ്കിലും അങ്ങനെ ശീലിപ്പിച്ചതാണ്. അത് ശരിക്കും ഒരു ഇപ്പൊ അവരെ അനുസരിക്കണം, അവര് പറയുന്നതിനപ്പുറം നടക്കുക, അങ്ങനെ ഒരു ശീലമാണല്ലോ നമ്മൾ പൊതുവെ കാണാറ്. അത് ശരിക്കും ഒരു ലിമിറ്റേഷൻ അങ്ങനെ രീതിയിലല്ലേ? അങ്ങനെ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ സംഭവിക്കണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഓർഡേഴ്സ് ഇല്ലാണ്ടാവുന്ന ദിവസം ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നുള്ളതാണ്. നമ്മൾ പൊതുവെ ഒരാൾ പറഞ്ഞത് മാത്രം കേട്ട് ശീലിച്ച് വളർന്നു കഴിയുമ്പോൾ ഈ പറയുന്ന ആൾക്കാർ പെട്ടെന്ന് ലൈഫിൽ നിന്ന് ഒരു ദിവസം ഇല്ലാണ്ടാവും. അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു ദിവസം മരിക്കണം. പൊതുവെ പ്രായത്തിന്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അവരായിരിക്കും ആദ്യം മരിക്കുന്നത്. അപ്പൊ അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഒറ്റയ്ക്ക് പിന്നെ ഈ ലോകത്ത് ചിലപ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരെ ഇൻഡിപെൻഡന്റ് അഡൽട്സ് അല്ല ആക്കിയിരിക്കുന്നത്. എന്ത് ചെയ്യണം, അവരെന്ത് ചെയ്യണമെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു മാനുവൽ ഉണ്ടാക്കിയിട്ട് അവരെ വളർത്തുകയാണ് ചെയ്യുക. അവര് കല്യാണം എന്തിനാ കഴിക്കണേ, കുട്ടി എപ്പോഴും ഉണ്ടാവണ്ടേ, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് പേരൻസ്. അതെ. അപ്പൊ അത് ഒരു പരിധി ഒരു സമയം കഴിയുമ്പോൾ ഇവര് ടോട്ടലി അവരെ ഡിപ്പെൻഡ് ചെയ്ത്, കാരണം അവരുടെ സ്വന്തം തല അവർക്ക് ആവശ്യമില്ല, എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ആളുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല, തീരുമാനങ്ങൾ എടുക്കുന്നില്ല, ഒന്നും ബിഹേവ് ചെയ്യാൻ പഠിക്കുന്നില്ല. അപ്പൊ ഈ പെട്ടെന്ന് നമ്മൾ ആ സാധനം എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ പ്രശ്നം വരും. എങ്ങനെയാ ഒരു തീരുമാനം എടുക്കേണ്ടത്, എന്തൊക്കെ ആലോചിച്ചിട്ടാണ് ഒരു തീരുമാനം എടുക്കേണ്ടതെന്ന് നമുക്കറിയില്ല. കാരണം ഇത് വേറെ ആരോ നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുകയാണ്. ആ പ്രശ്നം അവിടെ ഉണ്ടാവും. അപ്പൊ ഇത് പാരന്റ്സ് ഒന്ന് ചിന്തിക്കേണ്ടത്, നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഒരു കുട്ടീനെ വളർത്തുന്നത്? നിങ്ങൾ പറയുന്ന കേൾക്കുന്ന കുറച്ച് എന്താ പറയാ അടിമകളെയാണോ വീട്ടിൽ വളർത്താൻ ഉദ്ദേശിക്കുന്നത്, അതോ നിങ്ങളില്ലാത്ത സമയത്തും ലോകത്ത് നന്നായി ജീവിക്കും എന്ന് ഉറപ്പുള്ള ഇൻഡിവിജ്വൽസിനെയാണോ ഉണ്ടാക്കിയെടുക്കുന്നത്? ഇതിന്റെ ഒരു ക്ലാരിറ്റി കുട്ടി ജനിക്കുമ്പോഴേ നമുക്ക് വേണം. പക്ഷെ പലപ്പോഴും പാരന്റ്സ് പറയാറ്, ഒരു കുട്ടി ഇപ്പൊ എനിക്കൊരു കുട്ടി ഉണ്ടായാലും ഞാൻ ഓട്ടോമാറ്റിക് ഒരു പാരന്റ് ചിന്തിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറ്, എന്റെ കുട്ടി നന്നായി വളരണം, അല്ലെങ്കിൽ അവൻ വഴി തെറ്റിപ്പോകരുത്. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പോയാലായിരിക്കും അവൻ വഴി തെറ്റിപ്പോവാതിരിക്കുന്ന ഒരു വിശ്വാസം വരുമല്ലോ പാരന്റ്സിന്. ഞാനായിരിക്കും ബെസ്റ്റ് അവന് കൊടുക്കുക എന്നൊരു വിശ്വാസം എല്ലാ പാരന്റ്സിനും ഉണ്ടാവുക. അപ്പൊ ആ ഒരു തോട്ട് കൊണ്ടല്ലേ ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഈ ലോകത്തിൽ കുട്ടികളെ എന്തിനു വളർത്തുന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഡിസിപ്ലിനിങ് അപ്പോഴും പാരന്റ്സിന്റെ കയ്യിൽ തന്നെയുള്ള ഉത്തരവാദിത്തം തന്നെയാണ്. അതായത് എനിക്ക് കൊച്ചു ലോകത്തിലേക്ക് വരുമ്പോ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിന് റോഡ് ഏതാ പാർക്ക് ഏതാന്ന് അറിയില്ല. അപ്പൊ കുട്ടികൾക്ക് റോഡ് കണ്ടാലും ഓടാൻ തോന്നും, പാർക്ക് കണ്ടാലും ഓടാൻ തോന്നും. പക്ഷെ ഇത് റോഡിൽ ഓടരുത്, ഇവിടെ വണ്ടി ഓടുന്ന സ്ഥലമാണെന്നും പാർക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള എന്നുള്ള വിവേചനം നമുക്കേ അറിയുള്ളൂ. ഇത് രണ്ടും വിവരിച്ച് കാണാൻ അവർക്ക് അറിയില്ല. അപ്പൊ ഡിസിപ്ലിനിങ് ഉറപ്പായിട്ടും നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അപ്പോഴും ഇൻഡിപെൻഡന്റ് അഡൽട്സ് ആയിട്ട് വളർത്തേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പം പറഞ്ഞു കൊടുക്കേണ്ടടുത്ത് പറഞ്ഞു കൊടുക്കണം. പക്ഷെ എല്ലാം പറഞ്ഞു കൊടുക്കാതിരിക്കാനുള്ളത് നമുക്ക് മനസ്സിലാവണം എവിടെയാണ്. അതായത് ഇപ്പൊ ഇന്ന് എവിടെ പോകണം എന്ന് ചോദിച്ചാൽ കുട്ടി പറയും ചിലപ്പോൾ അമേരിക്ക പോകണമെന്ന്. അതേസമയം നമ്മൾ ചോദിക്കുകയാണ് ഇന്ന് പാർക്കിൽ പോകണോ ബീച്ചിൽ പോകണോ. അപ്പൊ ചോയ്സ് കൊടുക്കാൻ നമുക്ക് പറ്റണം. നമ്മളായിരിക്കണം ആ ചോയ്സ് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ചോയ്സ് കൊടുക്കുമ്പോൾ നമുക്ക് പറ്റുന്നതേ കൊടുക്കാവൂ. നമ്മൾ അമേരിക്ക പോകണോ ബീച്ചിൽ പോകണോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, പാർക്കിൽ പോകണോ ബീച്ചിൽ പോകണോ എന്ന് ചോദിക്കുക. അപ്പൊ ആ കൊടുക്കേണ്ടത് കൊടുക്കുക, എന്നിട്ട് അവരെ കൊണ്ട് ചൂസ് ചെയ്യിപ്പിക്കുക, പാർക്കോ ബീച്ചോ. അപ്പൊ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രണ്ട് സ്ഥലങ്ങൾ. അതുപോലെ ഇന്ന് റെഡ് ഉടുപ്പിടണോ ബ്ലൂ ഉടുപ്പിടണോ, അതായത് അല്ലെങ്കിൽ വാർഡ്രോബിലുള്ള ഏത് ഉടുപ്പിടണ്ടേന്ന് വേണേൽ ചോദിക്കാം. ഇന്ന് എന്തിടണമെന്ന് ചോദിക്കരുത്, കാരണം അവർ ചിലപ്പോൾ ഇല്ലാത്തത് പറഞ്ഞാലോ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സോ അവരുടെ ചോയ്സസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചോയ്സസ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചോയ്സ് കൊടുക്കുക. ഇന്ന് യെല്ലോ ഇട്ടാ മതി എന്നല്ല, ഇന്ന് ഏതിടണം എന്ന് ചോദിക്കാം. അപ്പൊ ആ ചോയ്സ് അവരെടുത്തോട്ടെ, അതിനെന്താ.